കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു പോലീസ് ആവശ്യപ്പെട്ടത്. എന്നാൽ നാളെ വൈകിട്ട് വരെ കസ്റ്റഡിയിൽ അനുവദിക്കുകയായിരുന്നു. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും അകപ്പെട്ടതാണെന്നും കാവ്യ കോടതിയിൽ ഹാജരാക്കുന്നതിനിടെ മാധ്യമങ്ങളോട് പറഞ്ഞു. കീർത്തന പറയുന്നത് നിങ്ങളുടെ പറഞ്ഞ ആൾക്കാണ് പണം നൽകിയതെന്നാണ് സഹകരണ വകുപ്പിന് കീഴിലെ ബോണസിന് അർഹതയില്ലാത്ത താൽക്കാലിക ജീവനക്കാർക്ക് പ്രത്യേക ഉത്സവ ഭത്ത അനുവദിച്ച് ഉത്തരവിറങ്ങി. വിവിധ സഹകരണ സ്ഥാപനങ്ങളിൽ കമ്മീഷൻ വ്യവസ്ഥയിലും കരാർ അടിസ്ഥാനത്തിലും ജോലി ചെയ്യുന്ന ജീവനക്കാർക്കാണ് ഓണത്തോടനുബന്ധിച്ച് ഉത്സവ ഭത്ത അനുവദിച്ചത്. 5500 രൂപ പ്രത്യേക ഉത്സവ ഭത്തയായാണ് അനുവദിച്ചിരിക്കുന്നത്. വിവിധ സഹകരണ സ്ഥാപനങ്ങളിൽ കമ്മീഷൻ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന നിക്ഷേപ വായ്പാ കളക്ഷൻ ഏജന്റുമാർ, സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെയുള്ള ബോണസിന് അർഹതയില്ലാത്ത എല്ലാ താൽക്കാലിക ജീവനക്കാർക്കും ഈ ആനുകൂല്യം ലഭിക്കും. കേന്ദ്ര മന്ത്രിസഭയിലും വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർ പദവികളിലും വലിയ തോതിലുള്ള അഴിച്ചുപണിക്കൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഉത്തർപ്രദേശ്, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരുടെ മാറ്റത്തിനൊപ്പം നിലവിലെ കേരള ഗവർണറുടെ കാര്യത്തിലും നിർണായക തീരുമാനങ്ങളിൽ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കുമെന്നാണ് സൂചന. വോട്ട് ബാങ്ക് സമവാക്യങ്ങൾ മുന്നിൽ കണ്ട് ഉത്തർപ്രദേശിൽ മുന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള പുതിയ ഗവർണറെ നിയമിക്കാനും BJP പാർലമെന്ററി ബോർഡിലെ ചില മുതിർന്ന നേതാക്കളെ വിവിധ സംസ്ഥാനങ്ങളിൽ ഗവർണർ പദവികളിലേക്ക് മാറ്റാനും നീക്കമുണ്ട്. ഇതിനൊപ്പം യുവാക്കളുടെയും